Okay, guys. You are not ready for this. Adults only aane. Oh. Use headset ade. Welcome to the world of Mata. Love don't come without war, so I sharpen my silence and kick down the door. Prayers in my chest, but the demons still answer. Every step forward make the picture more cancer. I don't chase peace, I make chaos surrender. Built from the fire, I was forged to an animal and Madness argo. Arata. रहमान डकैत की दी हुई मौत बड़ी कसाई नुमा होती है. അത് കുമ്മനാണത്. ചിരിക്കാൻ പാടില്ല. Use it for the best experience, okay? പാട് ഞാൻ മതി പാട്. കാർണേജല്ല കാർബേജ്. ഒരു അടി പൊട്ട്. ഹലോ റിപ്പയറിലെ വാടാ. എനിക്ക് സിറ്റുവേഷൻ എന്താന്ന് പോലും അറിയത്തില്ലേ. ഞാൻ ഇതുവരെ സിറ്റുവേഷനെ പറ്റി അവൻ അറിഞ്ഞിട്ടില്ല. എടാ കൈ പൊക്കി കൊണ്ടുപോയാടാ. എന്താ പ്രാച്ചി തെറ്റല്ലേ എല്ലാം ഇടിച്ചില്ല അതെ, അതൊരു തെറ്റല്ലേ? ബ്രോ ഇടിച്ചിട്ട് മറ്റേ പിന്നെ നീ വണ്ടി നിർത്തിയേ? വണ്ടിയല്ലേ വെറുതെ നിർത്തിയാണോ ബ്രോ? രാവിലെ കൊണച്ചിട്ട് പോയായിരുന്നു, പക്ഷെ നമ്മൾ അറിയത്തില്ല ആരാണ്. അല്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങിയ കാലിന് വല്ല റെഡ് സാധനം ഇട്ടുണ്ടോ? പോടാ ഏത് കണ്ടിയാണ് അടിക്കില്ലേ? വരുത്തൊന്നുമില്ല. നോക്കാടാ ജസ്റ്റ് ഇല്ല അവൻ പോയി. ഇല്ല വണ്ടി What have you done? Why are they laughing at you? അങ്ങ് ട്രൈ ഹാർഡ്. എനിക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വേണം, എന്തൊക്കെ വേണം? I know you did something. That's why they are so frustrated. നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഞാൻ പകരം ചെയ്യും. ചിലക്കല്ലേ നിനക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ല. 5 മിനിറ്റ് ആയിട്ടാ. 5 മിനിറ്റ് ആയിട്ടാ. നീ ഇപ്പോഴും വളർന്നിട്ടില്ലല്ലോ മോളെ. നീ എത്ര കാലമായടാ. നീ ഇപ്പോഴും മനസ്സിലാക്കണം, നമ്മളത്ര വളരുമ്പോ നീ വാ കേട്ടോ. നമുക്ക് ഓർച്ച എടുക്കാൻ അറിയത്തില്ലല്ലേ? ഈസി റിഫ്രഷ് അടിച്ച് അടിയടാ.
അല്ലടാ നിന്റെ കൂട്ടത്തിലുള്ളവൻ പറയുന്നില്ല നമ്മളെങ്ങ് അടിച്ചു മലത്തിന്. എപ്പോഴാണ് നീ അടിച്ചു മലത്തി ഒന്ന് പറഞ്ഞാക്കാതെന്ന്? തീട്ടങ്ങളെ അടിച്ചിട്ട് അവരുടെ അടുത്ത് പോയി മെസ്സ് അടിച്ചതുപോലെ നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കണം. നീ ആരാണ് നിന്റെ വിചാരം? ഉണ്ടാക്കി കിട്ടിയോ വായി കിട്ടിയത് കണ്ടോ? ലോബി മാറി ബ്രോ, ലോബി മാറി. ചുമ്മാ മതകളൊക്കെ ഒന്നരൊക്കെ വന്നിട്ട് ചുമ്മാ കാണാ അവന്റെ 5-ാം കളി മറ്റേ സ്കേറ്റ് പാർക്ക് തീരെ കളിച്ചാലില്ലായിരുന്നു. ഒന്ന് നിർത്തിപ്പോ. എന്തോ പറഞ്ഞായിരുന്നല്ലോ, ദേ ഇവിടെ നിൽക്കുന്നില്ലേ? നീ അവിടെ ഇരുന്ന് നോക്കട്ടെ. ഹലോ എടാ 67 റെഡിയിലേറ്റ് ആരെങ്കിലും ഒരാളെ റെഡി കയറി സംസാരിക്കാൻ പറഞ്ഞു. ബ്രോ അപ്പൊ അവരടിച്ചാൽ ഞങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. എന്തായാലും നമ്മുടെ ചെറുക്കനെ കൊന്നിട്ട് ഇവിടത്തുള്ളൂ. ഞങ്ങൾക്ക് പക്ഷേ ടർഫ് ഉണ്ട്. ടർഫ് കഴിഞ്ഞിട്ട് പ്രീവാർ നമുക്ക് ഇങ്ങനെ നമ്മളൊരു 10-12 വരെയൊക്കെ ഉള്ളൂ. ഇന്ന് നാളത്തേക്ക് ആക്കിയാലാ വാറും പ്രീവാറും. ഉണ്ടോ എനിക്ക് അറിയില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ 24 hours വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാലോ, നാളെ കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, 24 hour ആണ് ഒരു സിറ്റുവേഷന്റെ ടൈം. ഇനിഷ്യലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പ്രീവാറ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനകത്ത് എന്താ ഉള്ളത് തീർക്കണം. അത് തീർത്തില്ലെങ്കിൽ അത് ഡ്രോപ്പ് ആവും. നിക്കടാ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ചന്ദ്ര അണ്ണൻ കരുതുന്നുണ്ട് അണ്ണൻ. Step aside, mother. I said 23 over 90 spree. You just set me free. VIP walking easily with some cash on me. No PC, Dr. Miller Lee, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23. അണ്ണനെ കണ്ട പഠിക്കാന്ന് പറഞ്ഞു. ആളുണ്ടോ? എനിക്ക് ആളുണ്ടോ പറഞ്ഞൂടാ. അത് ഞാൻ വന്നതേ ഉള്ളൂ. ഞാൻ അണ്ണൻ വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ അടിയുണ്ടെന്ന്. 4 പേരുണ്ട്. 25 ഇല്ല. എടാ ജയിച്ചു തോറ്റൊന്നും നോക്കണ്ട. ഹലോ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിനെ കൊണ്ടുപോയതാ. അപ്പൊ നമുക്കത് വേറെ ദിവസത്തേക്ക് മാറ്റണ്ട. ജയിച്ചാലും തോറ്റാലും ഇന്ന് തന്നെ ചോദിച്ചങ്ങ് തീർക്കാം. ഇപ്പൊ എന്താ പ്ലാൻ എന്താണ്? എന്താ ഉള്ളവരെ വെച്ച് അടിക്കാം. ഇല്ല, നമുക്ക് ഇന്ന് ഉള്ളവരെ വെച്ചിട്ട് ഇത് ചെയ്യാം. കണ്ടിന്യൂ, കുഴപ്പമില്ല. കോംപ്ലിക്കേറ്റ് ആക്കണ്ട. I said 23 over 90 spree. You just set me free. VIP walking easily with so casually. No PG, Dr. Miller Lee, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23. I said 23. എന്ത് വെച്ചടാ മക്കളെ, കളിക്കാൻ പറ്റിയില്ല ഈ തവണ. ഇവനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ ഉള്ള കണ്ടി. ഓഹോ, വയ്യാണ്ടായില്ലേ? പെയിൻ കില്ലർ വാങ്ങിച്ചു കഴിച്ചു. പെയിൻ കില്ലറൊക്കെ കൊടുത്തിട്ടാണോ പോയെ? അടുത്ത സിനിമാറ്റിക് ഇമാതിരി ക്യാരക്ടർ ഇത് കൊടുത്തിട്ടുള്ള ഒരാള്. Why do we force? So that we can learn to pick ourselves up. I'm not as strong as you. No. You're stronger. വയനാട്ടിൽ പാവം കുടിയേറ്റക്കാരോട് കാണിച്ച ചെറ്റത്തരമല്ലോ ഇവിടെ ഈ ഇടവകയിലിറക്കിയ കത്തിച്ചു കളയാൻ.
നിങ്ങളല്ലേ അവിടെ 500 അഞ്ഞൂറ്. എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല? ബുദ്ധിയില്ലാഞ്ഞിട്ടോ ശക്തിയില്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ. നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ്. സ്കൂള് മുതലുള്ള ശീലമാണ്. അതിപ്പോ എത്ര വലിയവനാണെങ്കിലും അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചടിക്കും. പെയിൻ കില്ലർ വാങ്ങിച്ചു കഴിച്ചു. ഇതിലും ഡോസിൽ ഞാൻ എഴുതുന്നുണ്ട്. അവൻ ഐജനെ കാണിച്ചിരാം. അവൻ എന്താ ഡൗൺ 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 ഡൗൺ. ഇങ്ങനെ പോകുന്നു. ഇവിടെ നിന്ന് കറക്കി അങ്ങിടുന്നു. ഓടി ഓടി വരണവന്മാരെ വീട്ടിൽ അടിക്കും. ഇതിന്റെ ഏറ്റവും കടിഞ്ഞൂത്തി നടക്കുന്ന ഇവനാണ്. ഇവനെ മാത്രം മനസ്സിൽ വിളിച്ചിട്ടുണ്ട്. നീ കണ്ടതെന്താണെന്ന് പറ. ഞാൻ കണ്ടിട്ടുണ്ട്. മരണം അവന്റെ കൺമുന്നിൽ വന്ന് നിന്നപ്പോ കത്തിയായി മാറി നിന്നവൻ. നിന്നെ പോലുള്ള മൊണ്ണ ലീഡർ അല്ലടാ നമുക്കുള്ളത്. എന്റെ പൂച്ചയായിട്ട് ഞാൻ കടിച്ചു വന്നെ കേട്ടാ. സ്റ്റീവിനൊന്ന് മാറ്റി നിർത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ലല്ല മാറ്റിക്കോ ബ്രോ. ഞാനിപ്പോ വേറെ ഈ കരച്ചിലേക്കാൻ വയ്യ ഞങ്ങൾക്ക്. എടാ സ്റ്റീവേ അമ്മമാര് ഭയങ്കര കരച്ചിലടാ കിടന്നത്. നീ അങ്ങ് ഇറങ്ങിക്കൊടാ സ്റ്റീവേ. അമ്മമാരെ കരച്ചിലേക്കാൻ വയ്യടാ. നീ അങ്ങ് ഇറങ്ങിക്കൊടു. പണ്ടൊരു കഥയുണ്ടോ സ്റ്റീവിന്റെ? അങ്ങനെ അത്രയോ? പണ്ട് ആതിരപ്പള്ളി പ്രവേശനം നടത്തി പ്രകൃതിരമണിയെ പറമ്പിൽ വെച്ചാണ് ഞാൻ അവന്റെ കൊച്ചു കണ്ണി പൊളിച്ചത്. വെള്ളത്തിലടി വെച്ച് അങ്ങനെയാണ് അവൻ ഉണ്ടായത്. മനസ്സിലായ? അവൻ പോയതല്ലടാ ഇതിനെന്തിനാ ചവിട്ടിയേ? അവൻ പോയതല്ലടാ പിന്നെന്തിനാടാ ചവിട്ടിയേ? മച്ചു ഇല്ലാത്ത ചുണ്ടിക്ക് ഇത്ര റിയാക്ഷൻ വേണോ? ആ പറമ്പ് വെച്ചാൽ ഞാൻ പന്നിയത്. കറക്കി അങ്ങിടുന്നു. ഓടി ഓടി വരണവന്മാരെ വീട്ടിൽ അടിക്കുന്നു. കിടക്കണമുണ്ടേ. കൂടെ ആരുമില്ലാന്ന് തോന്നിയാൽ, എല്ലാം നഷ്ടമായും തോന്നിയാൽ തല ഉയർത്തി നോക്കാം. ആ തീ അത് ഞാനാണ്. ഇന്ന് നിന്റെ അവസാനമാണ്. ഓക്കെ കൊമ്പ ബൈ ബൈ. എനിക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വേണം. എന്തൊക്കെ വേണം? നമ്മുടെ വണ്ടിന്റെയാ? ആ നമ്മളെ വണ്ടിയുടെ മേളത്തെ ലൈറ്റ് വേണം ചന്ദ്രന്. ഞാൻ പറഞ്ഞ് നീ ഒന്ന് ഇളക്കിക്കൊണ്ട് പോന്ന് പറഞ്ഞു. ചന്ദ്രബോസിന്റെ ലൈറ്റ് വിടലായിരുന്നു നീ.
ഹെഡ്ലൈറ്റ് ഇല്ലാണ്ട് ഓടിച്ചു എനിക്ക് എന്റെ ഹെഡ്ലൈറ്റ് കോപ്പി അടിച്ച് എന്റെ വണ്ടിയിൽ നിന്ന് കോപ്പി അടിച്ച് ഹെഡ്ലൈറ്റ് വെച്ചോണ്ട് നടക്കുക നാളെ ഇത് ചന്ദ്രൻ പ്രത്യേകം ചെയ്ത് പറഞ്ഞു ചെയ്യിപ്പിച്ച സീനാണേ. നിനക്കൊക്കെ ഏതേലും POV നമ്മളെ ഈ സിറ്റി കയറിയിട്ട് നമ്മളെ ഒന്ന് ട്രിഗർ ചെയ്തേ കാണിക്കാനുണ്ട്, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മള് ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ആനമുട്ട പുഴുങ്ങി തരാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആനയിറച്ചി പുഴുങ്ങിയതിന് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ കണ്ടന്റ്. നിങ്ങൾ മരപ്പാലത്ത് കാണുന്നുണ്ടോ? ചേട്ടാ ഈ ചെറുപഴം ഉണ്ടാവില്ല. ഓ നമ്മളെപ്പോലെ ചിരിച്ചോണ്ടിരിക്കണേ. ഒന്ന് മാറിയിട്ട് അപ്പുറത്ത് ഒറ്റയ്ക്ക് തിന്നു കഴിഞ്ഞാൽ കൊണയൊക്കെ വരത്തുള്ളൂ. നാക്കൊക്കെ പുറത്തിട്ടു. അയ്യോ ഡബ്ബിന്നൊക്കെ മറ്റേ അയ്യോ സോറി കേട്ടോ ബ്രോ. കുഴപ്പമില്ല വണ്ടി താറാക്കോഴികൾ ചിരിക്കുന്നല്ലേ അവിടെ ഇരുന്ന് മുക്കിളിട്ട്. വീണ്ടും പേര് കേട്ടോ പൊട്ടിരിക്കോ മനസ്സിലായില്ല. ചിരിക്കാൻ പറ്റൂല സിറ്റിയില് ഇതൊന്നല്ലേ. വായി വെച്ച മേലെ ചിരിച്ചു നീ എന്തിനാടാ കുണയ്ക്കുന്നേ വെറുതെ? ഞാൻ എന്നെ ഓസ്റ്റേ എടുക്കാൻ 2 വട്ടം അടിച്ച് എന്നെ ഓസ്റ്റേ എടുക്കണോ? നിങ്ങളെ 10 കൊമ്പൻ വന്നാൽ എന്റെ ദേഹത്തോടത്തില്ല. മനസ്സിലായടാ? ദേഹത്തോടത്തില്ല. എന്നെ തൊട്ട് ഞാൻ മനസ്സിലായില്ല. പണ്ണിവിട് ഒലത്തി വണ്ടി ഇടിച്ചപ്പോ ഒരഞ്ഞു പോയി. 6 സാധനം ഒരഞ്ഞു വണ്ടി ഇടിച്ചപ്പോ ഉണ്ടാക്കണം. ഞാൻ കുറെ നാളെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ. എനിക്കറിയാം എന്റെ പിള്ളേർ എന്റെ കൂടെ എങ്ങനെയാ നിൽക്കുന്നതെന്ന്. ഇന്ന് എനിക്ക് വാർ അടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അവന്മാർ ഇത് അടിച്ചു തന്നത് അതുകൊണ്ടാണ്. നിന്റെയൊക്കെ പോലെ ഹാക്ക് ഇട്ട് പിടിച്ച് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് മാസാക്കി കാണിച്ചു. ചിക്കൻ കറി ഒഴിച്ചവന്റെ ഒക്കെ പാസ്റ്റ് ഒക്കെ എനിക്ക് ഇരുന്ന് പറയേണ്ടി വരും. നമ്മള് കുറെ കഥകൾ കേട്ടതാണ്. തൊടത്തില്ല കേട്ടോ, രോമത്തിൽ തൊടത്തില്ല. എന്നിട്ടാണ് അവന്റെ കൊണ അവൻ ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. പെണ്ണാറ്റി ഡോമിനിക്ക് CBSE മെച്ചടിയൊക്കെ നിന്റെ മറ്റേ കൂടുതലാ ഉപ്പുള്ളാവുന്നതായി അമ്മ അടുത്തോണ്ടാ. ഇനിയും ചിരിക്കും. നീ മീറ്റിങ്ങിന് വരുമ്പോ നിന്നെ അവിടെ ചിരിക്കും.
ഏതോ ഒരു പറഞ്ഞായിരുന്നു ഊക്കർ വന്നാൽ നീയൊക്കെ മൂഞ്ചും ഞാൻ വന്നിട്ടുണ്ടടാ കണ്ടം കഴിവേറി വീഡിയോ മാത്രമേ ഇറക്കുള്ളൂ. പലത്തിക്കളഞ്ഞ പിള്ളേരാണ്. ഉക്കറൊക്കെ എന്നാ ഉക്കറും വാങ്ങടി വായി കിട്ടിയത് കണ്ടടാ. ഇനിയാണ് എന്റെ ഷോ. വല്ലാത്ത ജീവിതം തന്നെയാണോ നിന്റെ? എന്നെ തൊട്ടെന്നറിഞ്ഞ ഉറപ്പാണ് നീയൊക്കെ കരുതി വെച്ച വാസന വരും. എന്നെ തൊട്ടെന്നറിഞ്ഞ നീയൊക്കെ ഉറപ്പിച്ചു വെച്ചോ. എന്റെ അന്നമ്മയാണ് ചോദിക്കാൻ. എന്റെ പിള്ളേരെ തൊടുകണം. നല്ലൊരു സീനായിരുന്നു. സാറ്റിസ്ഫാക്ഷൻ ഉള്ള വീഡിയോ ഇല്ലേ? എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല നിങ്ങക്ക് വീഡിയോ കാണുമ്പോ. എനിക്കറിയത്തില്ല, എനിക്കറിയ സിറ്റുവേഷൻ പോലും അറിയത്തില്ലായിരുന്നു. ഇനി ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ മെസ്സേജ് അയക്കത്തില്ല, നിങ്ങൾ വായിച്ചോ. നടക്കരുത്. ഏയ് നിന്റെ കയ്യിലാവന്മാരെ കിട്ടും, ചതച്ചേക്കണം. എന്തിനാ സാർ അങ്ങനെയൊക്കെ പറഞ്ഞത്? എത്ര ഫീൽ ചെയ്യുന്നറിയോ? എനിക്ക് പറയുന്നതിനൊരു പരിധിയില്ല സാർ, എന്നാലും അങ്ങനെ പറഞ്ഞു. എന്താണ് ഒരിടത്ത് പല്ല? നീയൊക്കെ കളിച്ചത് ജഗത്താനോടാണ്. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ. എന്റെ അടുത്തൊന്നും ഒരുത്തനും അടർത്തിയെടുക്കാനാവില്ല സാർ. ഇതാണ് സാർ എന്റെ ബ്രാൻഡ്. സീരിയസ്ലി നല്ല വീഡിയോ, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന വീഡിയോ. നിങ്ങൾക്ക് അങ്ങനെയല്ല തോന്നിയത്? എനിക്കിതിനകത്ത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കിട്ടിയത് ആ വീഡിയോ. എന്തോ ഒരു വലിയൊരു സാധനം ഏതൊക്കെയോ അവന്മാര് കൊണ്ടുവന്നിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ തീർത്തതുപോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ. നൈസ് വീഡിയോടാ, നൈസ് വീഡിയോ.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല വീഡിയോ, അടിപൊളി വീഡിയോ.